നമസ്കാരം. ആലപ്പുഴയിൽ ബി.ജെ.പിയുടെ ഒരു വലിയ പടയോട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൽ ഒരു തർക്കമില്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ നേതാവ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയം മുതലേക്ക് തന്നെ വലിയ രീതിയിൽ കോൺഗ്രസ് CPM രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ബി.ജെ.പിയിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് ആളുകൾ എത്തുന്ന ഒരു വലിയ കാഴ്ച. ഈ കാഴ്ച കണ്ടുകൊണ്ട് ഇപ്പോൾ വെള്ളമിറക്കാൻ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും സാധിക്കുന്നുള്ളൂ എന്നുള്ള ഒരു തർക്കമില്ല. ഏറ്റവും പ്രധാനമായിട്ട് ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവവും അവർ വലിയ പ്രതീക്ഷയാണ് ഈ പറയുന്ന ആലപ്പുഴയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒരു പ്രതീക്ഷയായിട്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ നിൽക്കുകയാണ്. അതിലൊരു തർക്കമില്ല. ഇത് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ BJP ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ വലിയ തരത്തിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആര്യനാട് പഞ്ചായത്തിൽ 30ഓളം കുടുംബങ്ങളാണ്, കോൺഗ്രസ് കുടുംബങ്ങളാണ് ഇപ്പോൾ ആ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് നമ്മുടെ കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യാനും അംഗത്വം എടുക്കാനും മടിഞ്ഞു നിന്നിരുന്ന മലയാളി ഇന്ന് ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിഷ്പക്ഷരായിട്ടുള്ള ആളുകളല്ല, തങ്ങൾ പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചുകൊണ്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ അത് ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും BJPയുടെ വലിയൊരു കുതിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കേരളം എപ്പോഴും BJPക്ക് ഒരു ബാലി കയറാൻ മലയായിട്ട് നിന്നിരുന്നതാണ്. പക്ഷേ 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇതിന് ഒരു വലിയ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് 20% വോട്ടുകളിലേക്ക് കേരളത്തിൽ പാർട്ടിയുടെ സംവിധാനങ്ങളെ വളർത്തിയെടുക്കാൻ നിലവിലെ K. സുരേന്ദ്രൻ അടക്കമുള്ള ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതൃത്വത്തിന് ഇവിടെ സാധിച്ചു എന്നുള്ളത് അത് BJPയുടെ പ്രവർത്തകർക്കും വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കാരണം നിരവധി ബലിദാനികളെ ഇവിടെ അവരുടെ ചോര ഈ മണ്ണിൽ ഒഴുക്കിയിട്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇവിടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും എല്ലാം തന്നെ BJPക്ക് ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതിൽ 1% പോലും തർക്കമില്ല. അതിന് ഉദാഹരണമായിട്ട് തന്നെയാണ് ആലപ്പുഴ പോലെയുള്ള CPMനും കോൺഗ്രസിനും വൻ ശക്തിയുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു ജില്ലയിൽ ചരിത്രപരമായിട്ടുള്ള രീതിയിൽ BJPക്ക് ഒരു കുതിപ്പ് നിരന്തരമായിട്ടുണ്ടാകുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 1,48,000 വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ ഒറ്റ നിൽപ്പിന് ആ മണ്ഡലത്തിൽ വർദ്ധിപ്പിച്ചത്. 1,47,000 വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത് 2,99,000 എത്തിക്കുന്ന അല്ലെങ്കിൽ 3 ലക്ഷത്തോളം വോട്ടുകളാക്കി മാറ്റാൻ വേണ്ടി ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവും. നമ്മളൊന്ന് മനസ്സിലാക്കുക, ഹരിപ്പാടും കായംകുളവും പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും കുത്തകയായിട്ട് വാണിരുന്ന പല പ്രദേശങ്ങളിലെയും ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് BJPക്ക് ഉണ്ടായിട്ടുള്ള വലിയ ഒരു മാറ്റം അത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷമാണെന്നുള്ളത് തർക്കമില്ല. ഏകദേശം 400-ന് താഴെ മാത്രം ബൂത്ത് കമ്മിറ്റികൾ മാത്രം ഉണ്ടായിരുന്ന ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ BJPയെ സംബന്ധിച്ച് ഇതൊരു വലിയ തരംഗമാണ്. കാരണം പാർലമെന്റ് ഇലക്ഷനിൽ കേവലം ചെറുതായിട്ടുള്ള ഒരു പാർട്ടി സംവിധാനം മാത്രമാണ് ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. അതിന് ഒരു വലിയ മുന്നേറ്റം, ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് പാർട്ടിയുടെ വോട്ടും അണികളെയും മെമ്പർഷിപ്പും എല്ലാം ചേർത്തി ആലപ്പുഴ ഇന്ന് തൃശ്ശൂരിനെ പോലെയും അല്ലെങ്കിൽ മറ്റ് BJPക്ക് സ്വാധീനമുള്ള അത്യാവശ്യം മോശമില്ലാത്ത മറ്റ് ജില്ലകളുടെ അവസ്ഥയിലേക്ക് ആലപ്പുഴയ്ക്ക് കുതിച്ചു മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. അത് ശോഭാ സുരേന്ദ്രന്റെ ഒരു വ്യക്തിപ്രഭാവവും അവർ പ്രവർത്തിച്ചു പോന്നിട്ടുള്ള സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ അവർ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളിലെ സത്യസന്ധമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സേവന മനോഭാവവും രാഷ്ട്രവാദ സംവിധാനവും തന്നെയാണെന്നുള്ളതിൽ തർക്കമില്ല. നമ്മൾക്കറിയാം, കായംകുളം പോലെയുള്ള പ്രദേശങ്ങളിൽ ജിഹാദി ഭീകരവാദികൾക്ക് എത്രത്തോളം വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട് എന്നുള്ളത് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന BJPയുടെ OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു കൊലപാതകത്തിൽ നിന്ന് പോലും നമ്മൾ മനസ്സിലാക്കിയതാണ്. ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തുന്ന ഇതുപോലെയുള്ള ഭീകരവാദികളുടെ ഒരു അഴിഞ്ഞാട്ട കേന്ദ്രമായി, മയക്കുമരുന്ന് മാഫിയകളുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ട് ഇരിക്കുന്ന ആലപ്പുഴയിൽ ഇന്ന് അവിടുത്തെ സാധാരണക്കാരുടെ ഒരു വലിയ വിശ്വാസമായി, ആത്മവിശ്വാസമായി അല്ലെങ്കിൽ പോരാട്ട വീര്യമായിട്ട് BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉദാഹരണമാണ് ഈ ആര്യനാട് പഞ്ചായത്തിൽ 30ഓളം കോൺഗ്രസ് കുടുംബങ്ങൾ BJPക്കൊപ്പം ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് വരാൻ
വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും നിർണായകം തന്നെയാണ്. ഇപ്പോൾ BJPയുടെ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് സംസ്ഥാന അധ്യക്ഷന്മാരെ എല്ലാ സംസ്ഥാനങ്ങളും പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു നയം BJPക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ പോലും സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാകാനുള്ള എല്ലാവിധ സാഹചര്യമുണ്ട്. കെ സുരേന്ദ്രനെ നിലനിർത്താതെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇവിടെ ആ ഒരു പാറ്റേൺ കൈമാറാനായിട്ട് BJPയുടെ ദേശീയ നേതൃത്വം തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൽ സാധ്യതാ പട്ടികയിലുള്ള ഒരു ആൾ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. അപ്പോൾ ഇത്രത്തോളം ജനകീയമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് അവർക്ക് മാറാൻ സാധിച്ചിട്ടുള്ളത് വലിയ രീതിയിൽ തന്നെയുള്ള CPMന്റെയും കോൺഗ്രസിന്റെയും ജനദ്രോഹ നയങ്ങളാണെന്നുള്ളത് തർക്കമില്ല. നിരന്തരമായിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുന്ന CPMനെതിരെ ഒരു വിരൽ ചൂണ്ടി സംസാരിക്കാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത കോൺഗ്രസിന്റെ VD സതീശനെ പോലെയുള്ള ദുർബലരായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ ഓരോരുത്തരും തന്നെ ഇന്ന് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവിന്റെ അടുത്തിരിക്കാൻ പോലുമുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മൈക്ക് കിട്ടിയാൽ കത്തിക്കയറുന്ന തീപ്പൊരി നേതാവ് എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തകരുടെ ആവേശമായിരുന്ന ശോഭാ സുരേന്ദ്രൻ ഇന്ന് പ്രവർത്തകർക്ക് ഉപരിയായിട്ട് ജനങ്ങളുടെ ഒരു കണ്ണിലുണ്ണിയായി മാറുന്ന തരത്തിലേക്കുള്ള മാറ്റങ്ങൾ ഇന്ന് പൂർണ്ണമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ പാലപ്പുഴ പോലെയുള്ള ഒരു ജില്ലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മറ്റ് ജില്ലകളിൽ BJPയുടെ കുതിപ്പ് എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു പോരാട്ട വീര്യം എടുക്കുന്ന ഒരു സ്ത്രീ രത്നം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്നതിൽ തർക്കമില്ല. നമ്മൾക്കറിയാം പല പ്രദേശങ്ങളിലും BJPയുടെ വോട്ട് വിഹിതം ഇരട്ടിയാക്കി മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു നേതാവ് അത് കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും പോലെയുള്ള ചുരുക്കം ചില നേതാക്കന്മാരാണ് ഇന്ന് BJPയിലുള്ളത്. അതിൽ മുൻപന്തിയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു ശതമാനം പോലും തർക്കമില്ല. എത്രത്തോളം വലിയ രീതിയിൽ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ മുന്നേറ്റത്തെ തകർക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്ന ഒരുപാട് പൊയ്മുഖങ്ങൾ നമ്മുടെ മുന്നിൽ നിരന്തരമായിട്ട് വന്നു പോകുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ തളർച്ച കാണാൻ വേണ്ടിയിട്ട് അവരെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയുക എന്നുള്ള നിലപാടോട് കൂടിയിട്ട് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ശുദ്രശക്തികളായിട്ടുള്ള പല കറുത്തുമുഖങ്ങളും നിരന്തരമായിട്ടും പല കള്ള ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വരുമ്പോഴും ഓരോ വോട്ടുകളും ശോഭാ സുരേന്ദ്രന് നൽകിക്കൊണ്ടായിരുന്നു ആലപ്പുഴയിലെ പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള കർഷക തൊഴിലാളികളായിട്ടുള്ള അവിടെയുള്ള കയറ് പിരിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ കുടുംബം പുലർത്തി പോകുന്ന ഓരോ വീട്ടമ്മമാരും ഇതിനെതിരെ പ്രതിഷേധിച്ചത് ഈ രീതിയിലുള്ള ഒരു നിലപാട് തന്നെയാണ്. അപ്പോൾ എത്രത്തോളം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഓരോ BJP നേതാവും മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കോൺഗ്രസും CPM എന്ന് പറയുന്ന ഈ രണ്ട് പ്രബലമായിട്ടുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉപേക്ഷിച്ചുകൊണ്ട് BJPക്കൊപ്പം അധികാരമില്ലാത്ത കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ MLAമാരില്ലാത്ത നിരവധി ഒരുപാട് പഞ്ചായത്തുകൾ ഭരിക്കാത്ത ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതിലേക്ക് ജനങ്ങളെ ആകർഷിച്ചു കൊണ്ടുവരുന്നതിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ നേതാവിനുള്ള ഒരു പക്വതയും അല്ലെങ്കിൽ ഒരു കരുത്തും അത് വലിയ രീതിയിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുന്ന BJPയുടെ നേതാക്കന്മാരുണ്ടെങ്കിൽ ജനങ്ങൾ പൂർണ്ണമായിട്ടും സ്വീകരിക്കും. CPM കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇനിയും ആലപ്പുഴ പോലെയുള്ള പല ജില്ലകളിലും വരാനുള്ള ഒരുപാട് സാധ്യതകൾ ഇതിനോടകം തന്നെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്.